സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NCBയെ കുറിച്ചാണ്, നോൺ ക്ലെയിം ബോണസ്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ വെഹിക്കിൾസ് ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ക്ലെയിം ബോണസ് ഉണ്ടാവാറുണ്ട്. ഒരു വർഷം ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലാന്നെങ്കിൽ 20% NCB നമുക്കുണ്ടാവും. അതുപോലെ തന്നെ 2 years ആണെങ്കിൽ 25 ആവും, 3 years ആണെങ്കിൽ അത് 35%ലേക്ക് പോകും, 4 years ആകുമ്പം അത് 45% ഉണ്ടാവും, 5 years ആകുമ്പോൾ 50% നോൺ ക്ലെയിം ബോണസ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഇനി ഒരു പുതിയ വെഹിക്കിൾ നമ്മൾ 5 years ആയിട്ടുള്ള നമ്മുടെ പഴയ വെഹിക്കിൾ മാറ്റിയിട്ട് പുതിയൊരു വെഹിക്കിൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 50% NCB നമ്മൾ പുതിയൊരു വെഹിക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസിൽ OD പ്രീമിയത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൻ്റെ 50% നമുക്ക് റിഡംഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിൾസിന് ഈ ഒരു പോളിസി പീരിയഡിൽ ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് പോളിസി എടുക്കുമ്പോൾ നമുക്ക് ക്ലെയിം പറ്റിയിട്ടുണ്ടെന്ന് സ്പെഷ്യലായിട്ട് പറയണം. കാരണം NCBയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പോളിസിയിൽ വരുമ്പോൾ നമ്മൾ ടോട്ടൽ ആ ഒരു പോളിസി പീരീഡിൽ എത്രയാണോ വർക്ക് എടുത്തത് അതിൻ്റെ 20% തിരിച്ചടക്കേണ്ടതായിട്ട് വരും. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഒരു NCB കൊടുക്കാൻ നമ്മുടെ സർക്കാർ, ഗവൺമെൻറ് അതോറിറ്റീസ് നിർണ്ണയിക്കാനുള്ള കാരണം മാക്സിമം ആക്സിഡൻറ്റ് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. NCB കട്ടായി പോകുന്ന അത് ആക്സിഡൻ്റ് ഒന്നും വരാത്ത വണ്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ NCB വന്നിട്ടുള്ളത്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓൺ റോഡിൻ്റെ ടിപ്സ്.